തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്താണ് ഈ ക്ഷേത്രം ഉള്ളത്. തിരുവനന്തപുരത്ത് ഇപ്പോൾ അറപ്പുര എന്ന് പറയും സ്ഥലത്തിൻ്റെ പേര്. ലൈവ് കഴിഞ്ഞ വർഷവും ഇവിടുത്തെ പൊങ്കാല ശ്രീ ക്രിയേഷനിൽ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വീഡിയോ ലൈവ് ആയിരുന്നില്ല. ചാനൽ കാണുന്നുണ്ടോ? നമ്മുടെ ചാനലാണോ? അത് എന്നെ കാണുന്നോ? വേറെ പറഞ്ഞതാ. അതെ ഡേറ്റാ. ശശികല ഇതുകൊണ്ട് കടയുണ്ട് അവിടെ. സ്റ്റോള് കണ്ടില്ലേ അതിൻ്റെ? ഇതിന് ഓപ്പോസിറ്റ് അവിടെ ഇരിക്കുന്ന സ്റ്റോളില്ലേ ഫാൻസിയുടെ? ഇറങ്ങില്ല വരണേ. സുഖമല്ല. ഞങ്ങളുടെ ഒരു ചാനലുണ്ട്, ശ്രീ ക്രിയേഷൻ യൂട്യൂബ് ചാനൽ. ശ്രീ ക്രിയേഷൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതിലെ വീഡിയോ ഇട്ടുണ്ട്. ഇത് എൻ്റെ പ്രിയ സുഹൃത്ത് റജിയാണ് നിൽക്കുന്നത്. രാവിലെ എന്തിനാണ് ഒട്ടൻകുട്ടി ഇവിടെ നിൽക്കണമെന്ന് എനിക്കറിയില്ല. എന്തോ പ്ലാനിങ് ഉണ്ട്. അവരുടെ ചിരി കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് കാരണം എന്നുള്ളത്. ഇവിടെ നിന്നുള്ള ദീപാരാധനയ്ക്ക് ശേഷം പ്രസാദ വിതരണമുണ്ട്. എല്ലാ ദിവസവും ഉള്ളതാണ്. 3 ദിവസം ഉത്സവത്തിന് 3 ദിവസവും അതേപടി കൊടുക്കുന്നുണ്ട്. ഒന്നും രണ്ടുമല്ല, പാൽപ്പായസം, ഉണ്ണിയപ്പം, പിന്നെ ഉണ്ണിയപ്പം മുടൽ, അതുപോലെ തന്നെ ലഡ്ഡു. ഇത് നമ്മുടെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമാണ്. ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ലൈവായിട്ട് വിതരണം വൈകുന്നേരമാണ് കൊടുക്കുന്നത്. 6 മണിക്ക് 6:30ക്ക് ദീപാരാധന, അതിന് ശേഷമാണ്. അതേപോലെ മോദകം. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ പാക്കിങ്ങിൻ്റെ തിരക്കിലാണ് ക്ഷേത്രത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ. ഇത് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമാണ്. ഇത് പാക്ക് ചെയ്യണം, പൂജകൾ ചെയ്തവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അല്ലേട്ടാ? അതെ. ഇത് എള്ളുണ്ടാണ്. ഭഗവാന്റെ പ്രധാന വഴിപാടുകളിലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. എന്നെ മനസ്സിലായോ? ഞാനവിടെ സ്റ്റോൾ ചെയ്തിരിക്കുന്ന ആളാണ്. നമുക്കൊരു ചാനലുണ്ട്, ശ്രീ ക്രിയേഷൻ യൂട്യൂബ്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുന്ന പരിപാടി. ക്ഷേത്രത്തിലിപ്പോൾ പൊങ്കാലയ്ക്കുള്ള ദീപം വളർത്താനുള്ള തയ്യാറെടുപ്പിലാണ്. തന്ത്രിയാണ്. തന്ത്രി ഇപ്പം തീ കൊടുത്തതിന് ശേഷം പൊങ്കാല ആരംഭിക്കുകയാണ്.
കഴിഞ്ഞ വർഷം റോഡിലും കുറച്ചൊക്കെ റോഡിലുണ്ടായിരുന്നു. ഇപ്രാവശ്യം എല്ലാവരും ഈ ഗ്രൗണ്ടിനകത്ത് തന്നെ 100-ലേറെ പൊങ്കാല ഉണ്ട് ഇപ്പോൾ ഇവിടെ. ഇതിലുണ്ടോ കത്തിച്ചില്ലേ? സാധാരണ പൊങ്കാല എന്ന് പറഞ്ഞാൽ മറ്റുകാല ദേവീക്ഷേത്രത്തിലും മറ്റുള്ള ദേവീക്ഷേത്രത്തിലും പൊങ്കാല നടക്കുന്നത് നമ്മൾ മൺകലത്തിലും അങ്ങനെയൊക്കെയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ കൊഴുക്കട്ട പൊങ്കാല എന്നുള്ള ഒരു രീതിയാണ്. ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വഴിപാടാണ് കൊഴുക്കട്ട പൊങ്കാല. അത് നമ്മുടെ ഇഡ്ഡലിയുടെ പാത്രമല്ലേ, അതിലാണ് എല്ലാവരും ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. തുറു വെച്ച് കൊഴുക്കട്ട, നമ്മൾ ശർക്കര, തേങ്ങ, അതേപോലെ ഏലക്ക, അങ്ങനെയുള്ള വേറെ പഴം ചേർക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ അവർ അതെല്ലാം ചേർത്ത് കണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് കാണിക്കണം, ഒന്ന് എടുക്കണം. അത് ഫുള്ളായത് ഇതിലെന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് പറയാമോ? ഇതിനകത്ത് നെയ്യുണ്ട്, ഏലക്കായുണ്ട്, പിന്നെ അവില് നനച്ചതും, പിന്നെ ശർക്കരയുണ്ട്. ശർക്കരയും കൂടെ ചേർത്തിട്ടാണ് തുറു വയ്ക്കുമ്പോൾ തുറു വെച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. ഭഗവാന് കൊടുക്കുന്ന രീതി അങ്ങനെയാണ്. നമ്മൾ ആദ്യം മാവ് കുഴച്ച് അതിനകത്തേക്ക് നെയ്യും കൂടി ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. പിന്നെ ഇതിന് തുറു വയ്ക്കാൻ വേണ്ടി നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന രീതിയിൽ തുറു വയ്ക്കാൻ വേണ്ടി അതിനകത്ത് തേങ്ങ, അവല്, ശർക്കര, ഏലക്ക ഇതെല്ലാം കൂടെ ചേർത്ത് അത് മിക്സ് ചെയ്ത് അതിനകത്താണ് ഈ ഫില്ല് ചെയ്തതിന് ശേഷം അതാണ് കൊഴുക്കട്ട വയ്ക്കുന്നത്. നമ്മൾ സാധാരണ പൊങ്കാലയ്ക്ക് മൺകലങ്ങളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഗണപതി ക്ഷേത്രത്തെ പൊങ്കാലയ്ക്കുള്ള പ്രത്യേകത വെച്ചാൽ ഇത് കൊഴുക്കട്ട പൊങ്കാല ആയതുകൊണ്ട് കൂടുതലും ഇഡ്ഡലി പാത്രത്തിലാണ് അവർ വയ്ക്കുന്നത്. അതിനകത്താണ് ഇത് നമ്മൾ തുറു വെച്ച് കൊഴുക്കട്ട പോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വർഷം ആരെങ്കിലും കൊണ്ട് തരുമായിരിക്കും. ചേച്ചി എത്ര വർഷമായി പൊങ്കാല ഇടുന്നത് ഇവിടെ? ആദ്യമായിട്ടാണ്. എങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്ത ആൾക്കാരുണ്ടോ? എത്ര വർഷമുണ്ട് ചേച്ചി ചെയ്യുന്നത് ഇവിടെ പൊങ്കാല? 5-6 വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഒരു പവർ കിട്ടുന്നില്ലേ? ഈ പാത്രത്തിലേക്കാണ് വെക്കുന്നത്. തുറു വെച്ചത്. അമ്മ അതിൽ എന്തൊക്കെ ചേരുന്നത്? ഏലക്ക, അവലൊക്കെ ഉണ്ടോ? അവലില്ല. ഇത്രയും ചേർത്താണ് ഫില്ല് ചെയ്ത് അതിനകത്ത് കൊഴുക്കട്ട പോലെ നമ്മൾ വീട്ടിൽ കൊഴുക്കുണ്ടാക്കാൻ പോലെ ഉണ്ടാക്കിയാണ് ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് ഇനി അടച്ചു വയ്ക്കുക. അത് വെന്ത് അടച്ചു വെച്ച് വേവിക്കുക. ₹20 received on PhonePe. ഒരു കൂപ്പൺ എടുത്തവരാണ്. അതിനോട്ടിന് പ്രത്യേക കൂപ്പൺ തന്നെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാറ്റി കൊടുക്കണേ. ആനയോട്ട് ആരംഭിച്ചു കഴിഞ്ഞു. വേണാട്ടുമറ്റം കല്യാണി എന്നുള്ള ആനയാണ്. ഇപ്പോൾ ഇന്ന് വേണാട്ടുമറ്റം കല്യാണി എന്നുള്ള ആനയാണ് ഇന്ന് ഗജകൂട്ടനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാ ഭക്തജനങ്ങളും അവരുടെ തുമ്പിക്കയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇവിടെ ഉള്ളു. അറപ്പുര, തിരുവനന്തപുരത്ത് അറപ്പുര മഹാഗണപതി ക്ഷേത്രത്തിലാണ് ഞങ്ങളുടെ സ്റ്റോളുള്ളത്. അവിടുത്തെ കാഴ്ചകളാണ്. കമ്മലെല്ലാം അടിപൊളി മോഡൽ കമ്മലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഇന്നൊരു ദിവസം ഇവിടെ നിന്ന് വാങ്ങിക്കാം. അത് കഴിഞ്ഞാൽ രണ്ടാം തീയതി മുതൽ ഇവിടെ അരുവിക്കര ഡാമിലാണ് ഞങ്ങളുടെ സ്റ്റോളുള്ളത്.